അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണല്ലോ പരിശുദ്ധ ഇസ്ലാം. ആരോഗ്യമുള്ള കാലത്ത് മാത്രമല്ല, രോഗത്തിൻ്റെ കിടക്കയിലും വിശ്വാസിയുടെ ആരാധനാകർമ്മങ്ങൾ നിലച്ചു പോകരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പ്രയാസമുള്ളവർക്ക് അവരുടെ പ്രയാസത്തിനനുസരിച്ച് ഇളവുകളും അനുവദിക്കുന്ന കാരുണ്യത്തിൻ്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ചികിത്സാ രംഗത്തുള്ളവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫിഖ്ഹി വിഷയമാണ് മൂത്ര ട്യൂബ് അഥവാ കത്തീറ്റർ ഘടിപ്പിക്കപ്പെട്ട രോഗി എങ്ങനെയാണ് ശുദ്ധീകരണം നടത്തേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിസ്കാരം സാധുവാകാൻ ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധമായിരിക്കണം. എന്നാൽ രോഗിയുടെ അവസ്ഥ പരിഗണിച്ചാണ് ശരീഅത്ത് ഇവിടെ വിധി പറയുന്നത്. ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തെ പ്രധാനമായും 4 അവസ്ഥകളായി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അവസ്ഥ, നിസ്കാര സമയത്ത് കത്തീറ്റർ അഴിച്ചുമാറ്റാൻ രോഗിക്ക് പ്രയാസമില്ലെങ്കിൽ അത് അഴിച്ചുമാറ്റി ഗുഹ്യഭാഗം നന്നായി ശുദ്ധീകരിക്കുകയും ശേഷം സാധാരണ പോലെ വുളു ചെയ്ത് നിസ്കാരം നിർവഹിക്കുകയും വേണം. കാരണം സാധാരണ ശുദ്ധീകരണം സാധ്യമാകുന്നിടത്ത് അതാണ് പ്രഥമ ബാധ്യത. രണ്ടാമത്തെ അവസ്ഥ, കത്തീറ്റർ അഴിച്ചാൽ മൂത്രം പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ, ഉദാഹരണത്തിന് ഇരുന്നുകൊണ്ടോ മറ്റേതെങ്കിലും സൗകര്യപ്രദമായ നിലയിലോ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. ഇപ്രകാരം നിർവഹിച്ച നിസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതില്ല. ആവശ്യമെങ്കിൽ രോഗിക്ക് നിസ്കാരങ്ങൾ ജംആക്കുന്നതിനുള്ള ഇളവും ശരീഅത്ത് നൽകുന്നുണ്ട്. മൂന്നാമത്തെ അവസ്ഥ, കത്തീറ്റർ അഴിച്ചാൽ നിരന്തരമായി മൂത്രം പുറത്തു വരുന്ന അവസ്ഥയാണെങ്കിൽ സലിസുൽ ബൗൽ ഉള്ള അഥവാ മൂത്രവാർച്ചയുള്ള വ്യക്തിയുടെ വിധിയാണ് ബാധകമാകുന്നത്. ഗുഹ്യഭാഗത്ത് പഞ്ഞിയോ അനുയോജ്യമായ മറ്റേതെങ്കിലും വസ്തുവോ ഉപയോഗിച്ച് അശുദ്ധി പരമാവധി തടയുകയും ഓരോ ഫർള് നിസ്കാര സമയത്തും പുതുതായി വുളു ചെയ്ത് നിസ്കരിക്കുകയും വേണം. നാലാമത്തെ അവസ്ഥ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയാണിത്. കത്തീറ്റർ അഴിച്ചുമാറ്റുന്നത് ചികിത്സാപരമായി അപകടകരമോ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആണെങ്കിൽ രോഗി ആ അവസ്ഥയിൽ തന്നെയും നിസ്കാരം ഉപേക്ഷിക്കരുത്. നിസ്കാര സമയത്തിൻ്റെ പവിത്രത മാനിച്ച് ലഭ്യമായ സാഹചര്യത്തിൽ സാധിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ നിയമപ്രകാരം ഇത്തരം സാഹചര്യത്തിൽ നിർവഹിച്ച നിസ്കാരം രോഗം ഭേദമായ ശേഷം ഖളാ വീട്ടണമെന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ ചികിത്സയിൽ കഴിയുന്ന നിത്യരോഗികൾക്കും വലിയ പ്രയാസമുള്ള രോഗികൾക്കും ഇത് അത്യന്തം ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഖളാ വീട്ടേണ്ടതില്ല എന്ന അഭിപ്രായം വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് രോഗികൾക്ക് ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക കർമ്മശാസ്ത്രം പ്രയാസം സൃഷ്ടിക്കാനല്ല, പ്രയാസം ലഘൂകരിക്കാനാണ് വന്നിരിക്കുന്നത്. രോഗം ആരാധന ഉപേക്ഷിക്കാനുള്ള കാരണമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ അനുവദിച്ച ഇളവുകൾ ഉപയോഗപ്പെടുത്തി ആരാധന തുടരാനുള്ള അവസരമാണ്. അതിനാൽ രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ നിസ്കാരത്തിൽ നിന്ന് അകറ്റാതെ ശരീഅത്ത് അനുവദിച്ച ഇളവുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് പ്രായോഗികമായി അവരെ സഹായിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അവൻ നൽകിയ ഇളവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതം ക്രമീകരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.